ഓളൂടോ, നീ എനിക്കൊരു സഹായം ചെയ്യണം. നിനക്കന്ന് കിട്ടിയ 6 ലക്ഷത്തില് അറ്റ്ലീസ്റ്റ് 1 ലക്ഷമെങ്കിലും എനിക്ക് തരണം. 1 ലക്ഷമോ? 6 ലക്ഷം? എനിക്കെപ്പോഴാണ് 6 ലക്ഷം കിട്ടിയേ? അല്ലടാ, സോറി, കോടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കോടിയാ? 1 കോടി എന്തിനാണ്ടാ നിനക്കിപ്പോൾ? എനിക്ക് പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങാനാ. നീ ഒന്ന് തരുവോടാ ബാബുവിന് ഫ്രാങ്ക്ലിന്? അയ്യോ, എനിക്കതിപ്പോൾ തരാൻ പറ്റത്തില്ല. നീ രമണൻ്റെ അടുത്ത് പോയി. അയ്യോടാ, അങ്ങനങ്ങ് പറഞ്ഞാൽ എന്താ, പോടാ അവിടുന്ന്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ എന്നെ ഒരു ഷാജിയെ വിളിച്ചിട്ട് ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് GTA 5 വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. GTA 5 vs IBD3 വീഡിയോ. സോ ഇപ്പോൾ നമ്മൾ അതൊക്കെ നിർത്തി വാറ് കൺക്ലൂഡ് ചെയ്യാൻ ഞാനും ആലോചിച്ചു. പക്ഷേ എങ്ങനെയാണ് നിർത്തുക? അവർ നമ്മളെല്ലാத்தைയും കൊല്ലൂലേ? അതുകൊണ്ട് ഞാനിപ്പോൾ വാർ പോസ്റ്റ്പോൺ ചെയ്യാനൊക്കെ അവർക്ക് ലെറ്റർ എഴുതി അവർ സമ്മതിച്ചു. പക്ഷെ ഇനി നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് ഇനി നമ്മൾ അവിടെ കയറി അടിക്കുന്നത് ശരിയല്ല. സോ ഞാനിപ്പോൾ വാറൊന്നും ചെയ്യുന്നില്ല. വാറിൻ്റെ കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത്. അത് മാത്രമല്ല, എനിക്കിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ. എൻ്റെ ജോലിയും എൻ്റെ വീടൊക്കെ ജപ്തി ആവുന്നതിൻ്റെ ആയിരുന്നു. മറ്റേ ജാക്കില്ലേ, ഇന്ത്യൻ തെഫ്റ്റോട്ടുള്ള ജാക്ക് എനിക്ക് കുറച്ച് കാശും സംഭവമൊക്കെ അയച്ചു തന്നുകൊണ്ട് എൻ്റെ വീട് ജപ്തിയായി പോയില്ല, എൻ്റെ ഒമിനി ജപ്തിയായില്ല, ഞാൻ തന്നെ ജപ്തിയായില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇടിച്ചാൽ ആരുടെ KTM ഒക്കെ ഇവിടെ വച്ചേക്കുന്നത്? എൻ്റെ ഡിഫൻഡർ തിരിച്ചു വന്നാ? ഭാഗ്യം. എൻ്റെ മറ്റേ വാതൊക്കെ പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതെല്ലാം തിരിച്ചു വന്നു. അല്ല, ഈ KTM എൻ്റെ അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെ ആരുടെ കൂടെ കൊണ്ടുവച്ചതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ആരുടെ KTM ആണ്. സോ നമുക്കിനി നമ്മുടെ ഡിഫൻഡർ എടുക്കാം. എന്നാലും നമ്മുടെ എന്താണ് മറ്റേ സാധനം ഏതോ ഒമിനി നല്ലതാണ്. അയ്യോ, എന്താണ് പറ്റിയേ ഗൈസ്? അവർ പിന്നെ എന്തോ ഒരു ഗ്ലിച്ചിൻ്റെ ബോംബൊക്കെ നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഇട്ടിരുന്നു. അത് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം നിറയെ ഗ്ലിച്ചുണ്ട്. ഞാനിപ്പോൾ വാതിനൊന്നും ഇത് നിൽക്കുന്നില്ല. കാരണം വാതിനൊക്കെ നിന്ന് നമ്മുടെ കാര്യവും വീടും ഒക്കെ ജപ്തിയായിപ്പോയി. അത് കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും വീടും എല്ലാം പോയി. ഇങ്ങനെ എതിർത്ത് നിന്ന് എല്ലാവരുടെയും വീടെല്ലാം ജപ്തിയാക്കിപ്പോയി. ഇപ്പോൾ എൻ്റെ ഡിഫൻഡർ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ യുദ്ധത്തിൽ നിന്ന് എന്നെ തന്നെ കൊന്നുകളയുമെന്നാണ് പോലീസുകാരും പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ വാത് പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചുമ്മാതെ പോസ്റ്റ്പോൺ ചെയ്തിട്ടും അവരെ പറ്റിച്ച് യുദ്ധം ചെയ്താലും നമുക്ക് പണി കിട്ടാം. സോ ബി ടാക്റ്റിക്കലിൽ നമ്മൾ ബുദ്ധിയെല്ലാം പ്രയോഗിച്ച് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ യുദ്ധമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ യുദ്ധത്തിൻ്റെ പ്ലാനൊക്കെ ഒരുക്കണം. അല്ല, പ്ലാൻ ഒരുക്കുന്ന പിടിച്ചാൽ ചിലപ്പോൾ പോലീസ് ജപ്തി ചെയ്തുകൊണ്ട് വേണം. പോലീസുകാർക്ക് ഇഷ്ടം GTA 5 മുകളിലുമായിട്ട് സറണ്ടറായിട്ട് അവർക്ക് നമ്മുടെ നാട് കൊടുക്കാനാണ്. അവർക്ക് അറിഞ്ഞുകൂടാ അവരെന്തോ ചെയ്യാൻ പോകുന്നത്. നാട് അവർക്ക് കിട്ടിയാൽ അവർ നമ്മുടെ നാടിനെ ഫുൾ സ്പോയിൽ ഔട്ട് ചെയ്ത് കളയും. സോ നമുക്ക് നമ്മുടെ നാടിനെ മാക്സിമം രക്ഷിക്കാൻ നോക്കണം. സോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അനിയനിപ്പോൾ അവിടെ ഇല്ല. സോ എന്തായാലും നമുക്ക് അനിയൻ്റെ വീട്ടിൽ പോവാം. കുളുളു 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 കുളുളു. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാനാണ് ബാബ. ബാബയോ? ഏത് ബാബ? ഞാനാണ് ഈ IBD3 സന്യാസി ബാബ. നിങ്ങൾക്ക് കുറച്ച് ദോഷങ്ങളുണ്ട്, അതൊക്കെ മാറ്റിത്തരാൻ ഞാനൊരു പൂജ നടത്താം. നിങ്ങൾക്ക് സൂപ്പർമാൻ്റെ ശക്തി, ഹൾക്കിൻ്റെ പവർ, സ്പൈഡർമാൻ്റെ ചാട്ടത്തിൻ്റെയൊക്കെ ശക്തി വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതൊക്കെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒപ്പിക്കാനാ സാറേ? അതിനൊരു വഴിയുണ്ട്. നീ പിന്നെ നിൻ്റെ വീട്ടിലൊരു റാമ്പ് ടെസ്റ്റ് ഇല്ലേ? അത് നമ്മുടെ ഗവൺമെൻറ് മിസ്റ്റേക്കിൽ പണിഞ്ഞു വെച്ചാണ്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ ഇരിക്കുന്ന KTM എൻ്റെ KTM-ആ. നീ അതെടുത്ത് ആ റാമ്പ് ഫുള്ള് കയറ്. നിങ്ങൾ എന്തുവാ പറയുന്നത്? ഞാനിപ്പോൾ ആ പണിക്കൊന്നുമല്ല, വേറെ ഇമ്പോർട്ടൻറ്റ് പണിയുണ്ട് എനിക്ക്. അതല്ല ഇപ്പം പണി. കയറ് മകനെ, എന്നാലേ നിനക്ക് ഇപ്പോൾ ഭാഗ്യം വരൂ. എങ്കിൽ ശരി, നീ വിശ്വാസം വരുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വാ. എൻ്റെ വീട് എവിടെയാണ്? മറ്റേ വില്ലേജിൽ. ഓക്കെ, എന്നാൽ വരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അയാൾ പറഞ്ഞ സ്വാമി പറഞ്ഞൊന്നും കാര്യമൊക്കെ ഇല്ല. സ്വാമി പറഞ്ഞത് യുദ്ധമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പവർ വേണം എന്തൊക്കെയോ പറഞ്ഞ്. അതിന് കള്ളസ്വാമിയാണോ നല്ല സ്വാമിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടി. ഇപ്പം തന്നെ ഞാനിപ്പോൾ എന്താണ് എൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി കണ്ട്. അനിയൻ പക്ഷേ എന്താണ് ഒന്നും പറഞ്ഞില്ല. അനിയനുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി കറങ്ങി. കാരണം എനിക്കിപ്പോൾ ഫ്രീഡം കിട്ടി, എൻ്റെ കാതൊക്കെ തിരിച്ച് കിട്ടിയതുകൊണ്ട്. സോ ഇനി നമുക്ക് ഇവിടൊക്കെ ട്രെയിനൊന്നും ഇല്ലടേ. എവിടെയാണ് ഈ സ്വാമിയുടെ വീട്? അതിനൂടെ നല്ല ഈ കൂട്ടാക്കൂടി ഇരുട്ടാണ്. സോ നമുക്ക് സ്വാമിയുടെ വീട് ഏതാടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല വീഡിയോ ഇത് ലൈക്ക് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്കാം. എന്നിട്ട് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കാം ഫ്രണ്ട്സ്. അപ്പം ഇതാണ് ഇവിടെ എങ്ങാണ്ടായിട്ടാണെന്ന് തോന്നുന്നു.
സോ ഏതെങ്കിലും ഞാൻ കള്ളസ്വാമിയാണെങ്കിൽ ഒരു തോക്കൊക്കെ കൈ പിടിച്ചേക്കാം. ഭീഷണി വല്ലതാണെങ്കിൽ നമുക്ക് തൂക്കണം. അകത്ത് കയറി നോക്കാവേ. കൈസ് അതേതോ വലിയ സ്വാമിയാണ്. അയ്യോ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഡീക്ലി സ്വാമിയൊന്നുമല്ല. അതേതോ വലിയ സ്വാമിയാണ്, വലിയ സ്വാമി. അപ്പോൾ ആ സ്വാമി പറഞ്ഞത് നിനക്കെന്തോ ശക്തിയൊക്കെ വേണമെങ്കിൽ നീ എന്തോ പൂജയോ യജ്ഞമോ എന്തൊക്കെയോ ചെയ്യാനാണ്. സോ നമുക്ക് യജ്ഞവും പൂജയും ചെയ്ത് കളയാം. അല്ലാതെ പിന്നെ എന്തോ ഇപ്പോൾ ചെയ്യുക? കാരണം നമുക്ക് നമ്മുടെ ജീവനല്ലേ വലുത്. കാരണം GTA 5 ആൾക്കാർ ഇപ്പോൾ നമ്മളെ യുദ്ധം നിർത്തി വെച്ചെന്ന് പറഞ്ഞിട്ട് അവർ യുദ്ധം ചെയ്യുമെന്നാണ്. ഇപ്പോൾ സുഗുണൻ സാർ തിരിച്ചു വന്നു. സുഗുണൻ സാർ റിവീലായി. സുഗുണൻ സാറിന് വലിയ അസുഖമൊന്നുമില്ല. മറ്റേ ജോണി സാറുമായിട്ട് യുദ്ധമൊക്കെ ചെയ്യാൻ ജോണി സാറിനെ അവിടെ നിന്ന് ഓടിച്ചിപ്പോൾ സുഗുണൻ സാറാണ് മെയിൻ ആയിട്ട് അവിടെ കയറി നിൽക്കുന്നത്. നമ്മുടെ ഇൻസ്പെക്ടർ സുഗുണൻ സാറാണ്. അപ്പോൾ സുഗുണൻ സാർ പറയുന്നത് ഇപ്പോൾ ജോണി സാർ അവരുമായിട്ട് സറണ്ടറാവാൻ പറഞ്ഞിനി നമുക്ക് രക്ഷയില്ലെന്നാണ് പറയുന്നത്. സോ നമ്മൾ എങ്ങനെങ്കിലും അവരെ ഓടിക്കണമെന്ന് എൻ്റെ അടുത്തും പറഞ്ഞ് എൻ്റെ കാറൊക്കെ ഇപ്പോൾ റിട്രീവ് ചെയ്തത് യുദ്ധം പോസ്റ്റ്പോണ്ട് ചെയ്തുകൊണ്ടാണ്. യുദ്ധം ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ വല്ലതും അവരുടെ എതിരായിട്ട് പറഞ്ഞാൽ എൻ്റെ കാറും എന്നെ ചിലപ്പോൾ തന്നെ കൊന്നു കളയും. സോ നമ്മൾ ആ റാം ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള. എന്നാലേ എനിക്ക് കുറച്ച് പവറും കുറച്ച് കാര്യങ്ങളും ഈ GTA 5 വാറൊക്കെ ഒന്ന് പോസ്റ്റ്പോണ്ടായി കിട്ടും. അവർ പോസ്റ്റ്പോണ്ട് ആയെന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ്. പിന്നെയും ഡീക്ലി പോസ്റ്റ്പോണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് തിരിച്ചു വരും. സോ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. അയ്യോ എൻ്റെ പൊന്നോ, അയ്യോ എന്തുവാടെ ഇപ്പം രാത്രി കണ്ണൊന്നും കാണുന്നില്ല, നല്ല മഴയും വരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗ്രാഫിക്സ് ഒക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടായിട്ടുള്ള ബൈക്ക് നോക്കി, ഇതാണ് ആ ബൈക്ക്. ഇത് ദിവ്യശക്തിയുള്ള ബൈക്കാണെന്നാണ് പറഞ്ഞത്. ഏത് മലയിനെ ഇതിന് കീഴടക്കാൻ പറ്റുമോ? ആ ഗുരുജിയുടെ ബൈക്കാണിത്. സോ നമുക്ക് പോവാം ഗൈസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ KTM ഒന്നും ഓടിച്ചിട്ടില്ല. ഇത് KTM ആണ് കേട്ടോ. സോ KTM ലൈറ്റ് ഇടാം. ലൈറ്റൊക്കെ ഇട്ടപ്പോഴേക്കും ലുക്കുള്ള KTM. എനിക്ക് പിന്നെ ബൈക്ക് ഓടിക്കാൻ അറിയാം, പക്ഷേ സ്പ്ലെൻഡറും ഹയബൂസൊന്നും ഓടിച്ചിട്ടില്ല ഞാൻ. അതെന്തുവാടേ ഒരു സൗണ്ട് കേട്ട്? ഇത് ഹോണ്ടഡ് സ്ഥലമാണെന്ന് തോന്നുന്നു. ആരാ അത്? പറഞ്ഞാൽ മര്യാദയ്ക്ക് പറഞ്ഞു, വെടിവെച്ച് കളഞ്ഞു. ആരടേ ഇത്? എനിക്കറിയത്തില്ല. ഏതോ ഒരു ഹോണ്ടഡ് സ്ഥലമാണിത്. എൻ്റെ പോലും ഇത്രയും ഞാൻ ഞാനും അറിഞ്ഞില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പൊന്നു ഇതെന്ത് പാടാടേ ഗൈസ്. ഇങ്ങനത്തെ ചാലഞ്ച് ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സുഗുണം വിളിച്ചതായത് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്ക് സുഗുണനും കൂടി ഹെൽപ്പിന് വിളിച്ചാലോ? വേണ്ട, അവനിപ്പോൾ ഉറങ്ങുമായിരിക്കും. അവൻ നേരത്തെ ഉറങ്ങും. ഇതിപ്പോൾ പാതിരാത്രിക്കാണെങ്കിൽ എനിക്ക് ബുദ്ധി തോന്നി. എൻ്റെ പൊന്നു ഇച്ചിരി പാടാണല്ലോ ഡേ. തറയെ വീണാ പോയി, കിട്ടിയാൽ കൊള്ളായിരുന്നു. സോ നമുക്ക് തറയെ വീഴാതെ പോകണം. ഇത് നല്ല തെന്നി കിടക്കുന്നു കേട്ടോ. കാരണം ഓടിക്കാനൊക്കെ ഭയങ്കര പാട്. സോ എൻ്റെ പൊന്നോ ഈ വണ്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡാണ് കേട്ടോ. സോ ഭയങ്കര പതുക്കെ തന്നെ പോകണം, അല്ലെങ്കിൽ വലിയ തന്നെ പടി കിട്ടും. സോ ഇത് ആ ഗുരുജിയുടെ സ്വാമിയുടെ KTM ആണ്. സോ ദിവ്യശക്തിയുള്ള KTM ആണെന്നാണ് സ്വാമിയും പറഞ്ഞത്. ആ സ്വാമി എന്തിനാണ് എനിക്ക് തന്ന KTM? അല്ലെ നമ്മൾ ഈ റാം ചാലഞ്ചൊക്കെ പൂർത്തിയാക്കിയാൽ നമ്മുടെയാണ് ഈ KTM. പിന്നെ സ്വാമി പൂജയൊക്കെ ചെയ്ത് നമ്മുടെ നേർച്ചയൊക്കെ കൊടുക്കുന്ന പോലെ സ്വാമി നമുക്ക് ഈ KTM തരും. സോ നമുക്ക് പതിയെ പോകണം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി. ഇത് ഈ റേസ് ഭയങ്കര വലിയ റേസാണ് കേട്ടോ. പക്ഷേ ഇത് IBD3Dയുടെ മറ്റേ ഗവൺമെൻറ് ആണ് നടത്തുന്നത് IBD3D സ്റ്റണ്ട് റേസസ്. പക്ഷേ IBD3Dയുടെ സ്റ്റണ്ട് റേസിൽ ഒന്നുമല്ല. GTA 5 സ്റ്റണ്ട് റേസ് പോലും തോറ്റു പോകുന്ന രീതിയിലാണ്. എൻ്റെ പൊന്നോ ഇപ്പം തറയെ വീണേനെ. ഞാനും ശരിക്കും പേടിച്ചു പോയി. കാരണം KTM അങ്ങ് ഫാസ്റ്റ്ലി പോകുന്നു. ഭയങ്കര ഇടിവെട്ടില്ല, ചെവി അടിച്ചു പോകുന്നു ഗൈസ്. സോ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാതാണെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് എൻ്റെ എത്താറായി. സോ പ്രൊസീഡ് ചെയ്ത് പോകണം, നല്ല ഫാസ്റ്റിൽ പോകണം. എന്നാലും ചിലപ്പോൾ എൻഡിൽ ചിലപ്പോൾ വലിയ ജംപ് സ്കെയർ കാണും. അയ്യോ ഇപ്പോൾ തറ വീണേനെ, എൻ്റെ ജീവൻ നിന്ന് പോയാനെ ഇപ്പോൾ. ഗൈസ് എന്തുവാടേ ഇത്? വലിയൊരു റേസായിരുന്നു, അതിപ്പോൾ കംപ്ലീറ്റ് ആവാതായി ഫൈനലി സോ ഫാർ. അപ്പം നമുക്ക് ഈ സർക്കിളിൽ ചെന്ന് നിൽക്കണമായിരിക്കും ചിലപ്പോൾ. എന്തുവാടേ ഇത്? നമുക്കിവിടെ ഇറങ്ങി നിന്ന് നോക്കാവേ. മോനെ ബാബു മോൻ ഫ്രാങ്ക്ലിനെ നോക്കുമേലോട്ട്. ഇതെന്തോ ഒരു ഡ്രോൺ പോലത്തെ സാധനം.
ഞാൻ ആ സ്വാമിയെ മോനെ. ഇത് സ്വാമിജി ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. നീ നിൽക്കുന്ന ആ കവചത്തിൽ നിന്ന് ആ ബൈക്കൊന്ന് മാറ്റും മോനെ. ശരി സ്വാമിജി, ശരി സ്വാമിജി. അയ്യോ, ബൈക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നോ? ഈ ബൈക്ക് മാറ്റാം. മോനെ ഇച്ചിരി ദൂരെ മാറ്റി മോനെ, എന്നാലല്ലേ ബൈക്ക് മോനെ സ്വന്തമാവും. സ്വാമിജി എനിക്ക് ബൈക്കല്ല മെയിൻലി വേണ്ടത്. പിന്നെന്തോന്നാ മോനെ? എനിക്ക് വേണ്ടത് ഈ സംഭവം, എൻ്റെ ശക്തി GTA 5. എനിക്ക് ഇച്ചിരി ലക്കൊക്കെ വേണം. ലക്കോ? എന്തിനു മോനെ? അല്ല, എനിക്ക് ഈ GTA 5 ആയിട്ട് അടിയൊക്കെ കൂടണ്ടേ? കാരണം അവർ നമ്മുടെ നാടിനെ നശിപ്പിക്കത്തില്ലേ? ശരി മോനെ. ഓം ക്ലീം സ്വാഹ, ഓം ക്ലീം സ്വാഹ. അല്ല സ്വാമിജി, എന്തോ സ്വാമിജി കാണിക്കുന്നത്? എൻ്റെ ഉള്ളിലോട്ട് കയറി പോന്നു. ഓം ക്ലീം സ്വാഹ, ഓം ക്ലീം സ്വാഹ, ഓം കുലൂം സാഹ. അയ്യോ സ്വാമിജി, എന്ത് എങ്ങനെ കാണിക്കുന്നത് സ്വാമിജി? ഓം ശ്രീം സ്വാഹ, ഓം ക്ലീം സ്വാഹ, IBD 3D സ്വാഹ, IBD 3D സ്വാഹ. ഓം സൂപ്പർമാൻ ശക്തി ബാബു മോന് കിട്ടട്ടെ. ഗൈസ്, ഇതെന്താണ്? എൻ്റെ പുറകിൽ എന്തോ തുണിയൊക്കെ ഇരിക്കുന്നു ഗൈസ്. അതുപോലെ ഞാൻ ഏതിലിങ്ങനെ നിൽക്കുന്നത്? ഓ മൈ ഗോഡ്, ഞാനിപ്പോൾ സൂപ്പർമാനാണ് ഗൈസ്. അയ്യോ, ഇതെന്താ? എൻ്റെ കണ്ണിൽ നിന്ന് ലേസറല്ലേ വരുന്നത്? എൻ്റെ പൊന്നോ, ഞാനിപ്പോൾ എന്തൊക്കെയാണോ സൂപ്പർമാൻ്റെ പവർ അതെല്ലാം കിട്ടി. അപ്പോൾ ആ സ്വാമി പറഞ്ഞ കറക്റ്റായിരുന്നു. ഇപ്പം ഞാൻ സൂപ്പർമാനായില്ലേ, ഇനി എനിക്കൊന്നും പേടിക്കാനില്ലെന്ന് പ്രതീക്ഷിച്ച് ഞാൻ GTA 5 വേൾഡിലോട്ടല്ലേ. ഇപ്പോൾ GTA 5 വേൾഡ് ഇപ്പോൾ ഇമ്പോസിബിൾ ആണെങ്കിലും ഇപ്പോൾ എനിക്കൊരു പോസിബിളായിട്ട് തോന്നുന്നു. ഓ, ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് പറക്കാനും കണ്ണിൽ നിന്ന് ലേസർ വിടാനും പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ നമുക്ക് സുഗുണനെ വിളിച്ചിട്ട് പറയാം ഞാൻ സൂപ്പർമാനായ കാര്യം. സുഗുണ കേൾക്കാവോ? ഇവിടെ പോതോ? അല്ല, റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. നീ എന്തോ ആകാശത്തുള്ള നിന്നാണ് സംസാരിക്കുന്നത്? അല്ലോ, എന്തുകൊണ്ടാണ് നീ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്? അതെൻ്റെ എൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. നീ സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖം തന്നെ. എന്താ നീ വിളിച്ചേ? ഞാൻ സൂപ്പർമാനാടാ. നീ ന്യൂസൊക്കെ കാണും. ന്യൂസിലൊന്നും നിന്നെ കാണുന്നില്ല. അത് കുറച്ച് നേരത്തെ എടുക്കാതിരിക്കാൻ പറ്റാം. എന്നാലും ഞാൻ സൂപ്പർമാനായി. നീ പറഞ്ഞ സ്വാമി എല്ലാം സാധിച്ചും തന്നു. എനിക്ക് ശരിയാടോ, പിന്നെ വിളിക്കാം. ഓക്കെ. സോ ഇനി നമുക്ക് ഇവരെയാണ് അടിക്കേണ്ടത്. ഈ പോലീസുകാരാണ് എല്ലാത്തിനും കാണാം. സോ നമുക്ക് താഴെ ഇറങ്ങാവേ. എന്താ ചേട്ടാ അവിടെ കൂടെ നടക്കുന്നേ? ഇതോരിത്. അയ്യോ, വണ്ടി കത്തിക്കുന്നേ, എന്നെ രക്ഷിക്കണേ. അയ്യോ, വണ്ടി കത്തുന്നേ, വണ്ടി കത്തുന്നേ, വണ്ടി കത്തുന്നേ, വണ്ടി കത്തുന്നേ, എൻ്റെ പോനാ. അത്രേ ഉള്ളൂ ചേട്ടാ. ചേട്ടൻ എന്തോ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ ഇന്ത്യൻ സൂപ്പർമാനാണ് കേട്ടോ, ബനിയനിട്ട ഇന്ത്യൻ സൂപ്പർമാൻ. ഓക്കെ ഓക്കെ. അയ്യോ ഇതോ. എടാ സുഗുണ, നീയോ? എൻ്റെ പോനോ. ഓക്കെ ഗൈസ്, അപ്പോൾ അത് നമ്മുടെ സുഗുണനെ ജസ്റ്റ് ഒന്ന് മയക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പവർ നോക്കണം ഗൈസ്. അവിടെ വലിയ വലിയ കാറൊക്കെ പോന്ന. ഇന്ന പിടിച്ചോ. അയ്യോ, എന്തുവാടോ ഇത്? എന്താ റോട്ടിൽ കൂടാണോ നടക്കുന്നത്? അല്ലാതെ പിന്നെ ഇവിടെ എന്താ പ്രശ്നം? അയ്യോ, ലേസർ വരുന്നില്ലല്ലോ ഇവിടെ. ചേടാ, ഇതെന്തുവാടേ ഗൈസ്? ഭയങ്കര ലേറ്റായിട്ടാണല്ലോ ലേസർ വരുന്നത്. ഓക്കെ, എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. സോ ഗൈസ്, ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കുക. അത് മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.